916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കുള്ള മറുപടി. വടക്കൻ കേരളത്തിലെ കൊപ്ര ഉൽപാദനത്തിലും വിതരണത്തിലും 118 വർഷത്തെ പാരമ്പര്യമുള്ള ചെട്ടിയാക്കുന്നേൽ ഓയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ് ആണ് 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയുടെ ഉൽപാദകർ. ഇന്ത്യയിലെ വെളിച്ചെണ്ണ വിപണിയിൽ ഉൽപാദനം, സംഭരണം, വിതരണം എന്നിവ നേരിട്ട് നടത്തുന്ന അപൂർവം സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. ഇടനിലക്കാരില്ലാതെ വടക്കൻ കേരളത്തിൽ നിന്നും ശേഖരിക്കുന്ന മികച്ച ഇനം തേങ്ങ ഞങ്ങളുടെ സ്വന്തം യാർഡിൽ തന്നെ മായം ചേർക്കാതെ കൊപ്രയിലാക്കി മാറ്റി സ്വന്തം മില്ലിൽ ഉൽപ്പാദിപ്പിക്കുന്ന 916 വെളിച്ചെണ്ണ അതിന്റെ സ്വാഭാവിക നിറത്തിലും ഗുണത്തിലും തന്നെ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നു. ഇനി സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്ന വ്യാജവാർത്തയും ആരോപണത്തെക്കുറിച്ചും പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ വാർത്തയിൽ കാണിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും വന്ന സമാന ആരോപണത്തെ തുടർന്ന് വിശദമായ പരിശോധനകൾ വിവിധ സർക്കാർ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ ഫലം നിങ്ങൾക്ക് വിവരാവകാശം ഉൾപ്പെടെയുള്ള വഴികളിലൂടെ കണ്ടെത്താവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഞങ്ങൾ ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയിൽ മായം തെളിയിച്ചാൽ 100 പവൻ സ്വർണ്ണ സമ്മാനം നൽകുന്നതാണ്. മാത്രവുമല്ല, ഒപ്പം 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിഷ്പക്ഷ മാധ്യമപ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നവർ വർഷങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തെക്കുറിച്ച് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ അഭിപ്രായം ചോദിച്ചില്ല? ഞങ്ങളുടെ വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടോയെന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ അക്കാലയളവിൽ ആരോപണമുന്നയിച്ച വ്യക്തിക്കോ ഏത് ലാബിലും പരിശോധിക്കാമല്ലോ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? തെളിവുകൾ ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പേരെടുത്തു പറഞ്ഞ് ആരോപണമുന്നയിക്കുന്നതിലെ ഗൂഢലക്ഷ്യമെന്താണ്? ചിപ്സ് കേടായതിനു പിന്നിൽ 916 വെളിച്ചെണ്ണയാണ് കാരണം എന്ന് എങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചു? അതിനായി എന്തെങ്കിലും പരിശോധന നടത്തിയോ? ചിപ്സ് നിർമ്മാണ സമയത്തോ അല്ലെങ്കിൽ പാക്കിംഗ് സമയത്തോ നിങ്ങൾ ആരോപിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നോ? വാർത്തയിൽ ആരോപിക്കുന്നത് പോലെ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചുവെങ്കിൽ ടൺ കണക്കിന് ചിപ്സ് നിർമ്മാണം, അതിനായുള്ള സൗകര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ടോ? ഇനി അതല്ല, ഈ വീഡിയോയിൽ കാണുന്നതനുസരിച്ചുള്ള ചിപ്സ് നിർമ്മാണമാണെങ്കിൽ ദിവസങ്ങൾ എടുക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. പ്രചരിക്കുന്ന വീഡിയോയിലെ ആരോപണ പ്രകാരം വെളിച്ചെണ്ണ തിളച്ചപ്പോൾ കളർ മാറി അല്ലെങ്കിൽ മണമുണ്ടായി എന്നാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയോ ചിപ്സ് നിർമ്മാണം നിർത്തുകയോ ചെയ്തില്ല? ഇനി ഇതൊന്നുമല്ല, ചിപ്സ് പാക്ക് ചെയ്യുമ്പോൾ ഈ വിഷയം അപ്പോൾ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെയിരുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മറ്റാരുടെയോ തിരക്കഥയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. എന്തായാലും 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണ വാങ്ങി എന്നുപോലും ഉറപ്പില്ലാത്ത ഒരാളെ ഉപയോഗിച്ച് യാതൊരു പ്രായോഗിക ചിന്തകൾ പോലുമില്ലാതെ വൻകിട വെളിച്ചെണ്ണ ലോബികളുടെ പിൻബലത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനം മാധ്യമ ലോകത്തിന് തന്നെ നാണക്കേടാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടഞ്ഞുകിടക്കുന്ന 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയുടെ ഓഫീസിനെ കുറിച്ച്. 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണ വാങ്ങിയവർക്കറിയാം, ഓരോ പായ്ക്കിലും ഞങ്ങളുടെ ഉൽപാദന, പാക്കിംഗ്, മാർക്കറ്റിംഗ് സ്ഥലങ്ങളുടെ അഡ്രസ് വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിൽ മറ്റ് സ്ഥലങ്ങളുടെ അഡ്രസ് മറച്ചുവെച്ച് ഒരിടം മാത്രം കാണിച്ച മാധ്യമപ്രവർത്തകൻ മാധ്യമലോകത്തെ തന്നെ നശിപ്പിക്കുന്ന പെയ്ഡ് ജേർണലിസത്തിന്റെ പ്രചാരകൻ ആയിരിക്കുമെന്ന് പൊതുജനം കരുതും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോയിൽ കാണിച്ച ഓഫീസ് എന്ന പഴകിയ പൊളിഞ്ഞു വീഴാറായ കെട്ടിടം ഞങ്ങളുടെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഈ കെട്ടിടം ഞങ്ങളുടെ ആരംഭകാലത്തിലെ ഉള്ളതാണ്. കമ്പനിയുടെ വികസനത്തിനൊപ്പം കേരളത്തിൽ പാലാ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഓഫീസുകൾ ആരംഭിക്കുകയും കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറുകയും ചെയ്തു. എങ്കിലും ഞങ്ങളുടെ പ്രയാണം ആരംഭിച്ച ആ കെട്ടിടം ഇന്നും ഞങ്ങൾ കാത്തുപരിപാലിക്കുന്നു. ഞങ്ങളുടെ 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന 100 കണക്കിന് ചിപ്സ്, സ്നാക്സ് നിർമ്മാണ യൂണിറ്റുകൾ, ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, വിവിധ ആരാധനാലയങ്ങൾ എന്നിവ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളും. നിങ്ങൾക്ക് അവരോടും അഭിപ്രായം തേടാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് ലാബിലും പരിശോധിച്ച് 100 പവൻ നേടാനുള്ള അവസരവുമുണ്ട്. നന്ദി.